സ്വാഗതം. അപ്പൊ നമ്മള് നാളെ വിഷാണ്. അപ്പൊ തലേന്ന് തന്നെ നമ്മള് പൂത്തിരി, നാളച്ചക്രം, പടക്കം എല്ലാം നമുക്ക് പൊട്ടിക്കണമെന്ന്. അപ്പൊ നമ്മുടെ അടുത്തുള്ള കളർ പൂത്തിരി ഉണ്ട് കേട്ടോ ഗൈസ്. കളർ പൂത്തിരി ഇതാണ്. ഇത് നമ്മുടെ സാധാ പൂത്തിരിയാണ്. ഇത് ഇതാ നോക്കൂ, നമ്മുടെ കളർ പൂത്തിരിയുടെ കളറ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കളർ പൂത്തിരി. നമ്മുടെ സാധാ പൂത്തിരികള് ഒരു ഇതാ ചോപ്പും ഇതൊക്കെ കൂടിയിട്ടില്ലേ, ഗോൾഡ് കളറും കൂടിയിട്ടാണ് നമ്മുടെ സാധാ പൂത്തിരി ഒക്കെ ഉള്ളത്. അത് രണ്ടെണ്ണം ഒരുപോലെയാണ്. പിന്നെ നമ്മുടെ കമ്പിത്തിരി ഉണ്ട്, വലിയ 5 ഉണ്ടായിരുന്നു. അതൊന്ന് ഞങ്ങള് അച്ഛൻ മുടക്കി കൊടുത്തു ഗൈസ്. അപ്പൊ നമ്മളെ അടുത്ത് ഇപ്പൊ വലിയ നിലച്ചക്രപ്പെട്ടി ഉണ്ട് കേട്ടോ. ഒരെണ്ണം ചെറുതുണ്ട്, ചെറുതെന്ന് 2 ഞങ്ങളുടെ അച്ഛമ്മോടെ കൊണ്ടുപോയി. പിന്നെ ഇതാ ഒന്നില്ലേ 10 ഉണ്ട് കേട്ടോ. അപ്പൊ 2 കൂട്ടിയപ്പോ 20 ഉണ്ട്. അപ്പൊ ഇതിലിപ്പോ 8 ഉള്ളൂ. 7 ഉണ്ട്. അപ്പൊ നമുക്ക് 17 ഉണ്ടാവാം. നിലച്ചക്രം 17 ഉണ്ട്. നേരത്തെ 20 ഉള്ളതാണ്, പക്ഷെ അത് കഴിഞ്ഞു പോയി ഗൈസ്. പിന്നെ കമ്പിത്തിരികള് 5 ഉണ്ടായിരുന്നു. അതിട്ട് ഇങ്ങനത്തെ ഒരു പെട്ടി നമ്മൾ അച്ഛമ്മോടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും പത്തീശൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിപ്പമുള്ളത് ഇതാട്ടോ, 15 സെന്റിമീറ്റർ ആട്ടോ ഇതിലുള്ളത്. അടുത്തത് ഇതിന്റെ പേരെന്താ? ബുണ്ട്. ഞാൻ ഗുണ്ട് എന്നൊക്കെ പറയട്ടെ. ബുണ്ട് എന്താ ഞാൻ പറയുന്നത്. നല്ല ഇങ്ങോട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കത്തിച്ച് കഴിഞ്ഞാൽ പടപടാന്ന് ഇങ്ങനെ ബോംബ് പൊട്ടണ പോലെ പൊട്ടും. അങ്ങനെ നമുക്ക് നോക്കണുണ്ടോ ഗൈസ്. ഇതാണ്. അപ്പൊ അടുത്തത് നമ്മുടെ പൂരത്തിനൊക്കെ കാണാറുണ്ട് ചെക്കന്മാർ ഇങ്ങനെ ചെയ്യണ സാധനം. അത് ഞങ്ങള് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഗ്രീനാട്ടോ, അതിപ്പോ കാണിക്കുന്നില്ല, നേരത്തെ നമ്മൾ കാണിച്ചു തരും. പിന്നെ ഓലപ്പടക്കം, അതാണ് നമ്മുടെ ഫേമസ് ഓലപ്പടക്കം. 50 വാങ്ങിയിട്ട് 2 ഞങ്ങള് പൊട്ടിച്ചു. ചൈനീസ് പടക്കം ഞങ്ങൾ കുറെ ചെറുപ്പുളശ്ശേരിയിൽ തരുന്നതാണ്, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൃഷ്ണന് പിന്നെ എന്താ വാങ്ങിച്ചായിരുന്നു, മൈലാഞ്ചി ഡിസൈന്, പൊട്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ടാറ്റാ.